അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഷഹറുൽ മുബാസാത്ത്, ദുഃഖിതരെ ആശ്വസിപ്പിക്കാനുള്ള മാസം. ഇത് റമളാനിൻ്റെ വിവിധ നാമങ്ങളിൽ ഒരു സവിശേഷ നാമമാണ്. പട്ടിണിയും പ്രാരാബ്ധവും എന്തെന്നറിയാത്ത സമ്പന്ന വിഭാഗത്തിന് വിശപ്പിൻ്റെ വേദന അറിയാനുള്ള അവസരമാണ് കാരുണ്യവാനായ റബ്ബ് തആല നോമ്പിലൂടെ ഒരുക്കിയിരിക്കുന്നത്. തങ്ങളുടെ ചുറ്റുമുള്ള പട്ടിണി പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ ഓരോ റമളാനും പ്രചോദനമാകേണ്ടതുണ്ട്. കഷ്ടപ്പാടിൻ്റെ കയ്പുനീർ കുടിക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ ഏറെയാണ്. വേദനകളും വേവലാതികളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ളിലൊതുക്കി പട്ടിണി കിടന്നാലും പുറം ലോകമറിയാതെ അടക്കി പിടിച്ച് കഴിയുന്ന അനേകമായിരങ്ങൾ ഇവിടെയുണ്ട്. ഇവരെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു യഥാർത്ഥ വിശ്വസിക്കാവില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന പ്രവാചക വചനം വെറും ആലങ്കാരികമല്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, നീ നിൻ്റെ വീട്ടിൽ കറിയുണ്ടാക്കുമ്പോൾ അല്പം വെള്ളം കൂടുതൽ ചേർത്ത് അതിൽ നിന്ന് അയൽവാസിക്ക് കൊടുത്ത് വിടണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഒരിക്കലും നാം വിസ്മരിച്ച് കളയരുത്. നിന്റെ വീട്ടിൽ പഴങ്ങൾ കൊണ്ടുവരുമ്പോൾ നിന്റെ അയൽവക്കത്തെ കുട്ടികൾക്ക് അതിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ വളരെ രഹസ്യമായി മാത്രം ഉപയോഗിക്കണമെന്ന മതശാസന ഒരിക്കലും നമ്മൾ ഒരു മൊഴിയിലെടുക്കേണ്ടതല്ല. നോമ്പ് തുറക്കുന്ന നേരം വിഭവസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങൾ ഡൈനിങ് ടേബിളിൽ നിരത്തിവെച്ച് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് അഭിമാനം കൊള്ളുന്നവർ ഒന്നോർക്കുക. ഇതിനൊന്നും വകയില്ലാത്ത പാവങ്ങളുടെ കണ്ണു നിറയ്ക്കുന്ന ഇത്തരം തെറ്റായ പ്രവണതകളെ ഒരിക്കലും നീതീകരിക്കാനാവില്ല. സ്വന്തം പ്രൗഢിയും പ്രതാപവും പ്രകടമാക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചുകൊണ്ടാവരുത്. സഹോദരന്മാരെ, ധനം നീങ്ങിപ്പോകുന്ന നിഴൽ മാത്രമാണ്. ഏത് നിമിഷവും അത് നഷ്ടമായേക്കാം. എനിക്ക് ദാരിദ്ര്യം വരും മുമ്പ് ഐശ്വര്യത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം നാം മുഖവിലക്കെടുക്കണം. തൻ്റെ സ്വത്തിൽ പാവങ്ങൾക്ക് അവകാശമുണ്ട്. അത് വീട്ടിയില്ലെങ്കിൽ അന്ത്യനാളിൽ ഈ ധനം ഒരു ഭീമൻ വിഷസർപ്പത്തിൻ്റെ രൂപം പ്രാപിച്ചുകൊണ്ട് അവൻ്റെ കവിൾത്തടങ്ങളിൽ ആഞ്ഞ് കൊത്തിക്കൊണ്ടിരിക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. 27 രാവിൽ തൻ്റെ വീട്ടുപടിക്കൽ വരുന്ന പാവങ്ങൾക്ക് നീട്ടി നൽകുന്ന ചെല്ലിക്കാശ് കൊണ്ട് നാളെ രക്ഷപ്പെടാമെന്ന വ്യാമോഹം വെറുതെയാണ്. സഹോദരന്മാരെ, നാഥൻ്റെ സവിധത്തിൽ കൃത്യമായ കണക്ക് രേഖപ്പെടുത്താതെ ഒരടി മുന്നോട്ട് വെക്കാനാവില്ലെന്ന് ഓരോ സമ്പന്നരും തിരിച്ചറിയണം. ആഖിറമാണ് അഭികാമ്യം. അവിടുത്തെ രക്ഷയാണ് അതിപ്രധാനം. അതിനായിരിക്കട്ടെ ഇന്നിൻ്റെ പ്രയത്നം. റബ്ബ് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.